Hallelujah. Hallelujah. Praise God. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്ന് കൊരിന്ത്യർ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. Before moving into the message, I would like to say something. ഒന്ന് കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 14 verse 1 says like this. അവിടെ എഴുതിയിരിക്കുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. It says like this, earnestly pursue love, yet earnestly desire spiritual gifts, but especially that you may prophesy. എല്ലാവരും പ്രവാചകന്മാരാകുവീൻ എന്നല്ല, എന്നാൽ പ്രവചനവരം എല്ലാവരും വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതി. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നു, It's not that everybody should become prophets, but Paul had exhorted the people in Corinth to earnestly desire spiritual gifts, but especially that you may prophesy. അപ്പം പ്രവചനം എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ മുഖം നോക്കി ഭാവി പറയണം, അതല്ല. So to prophesy doesn't mean you look at somebody's face and tell the future. No. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവരോട് പറയണം. You receive something from the Lord and then you give it to the others. ഇവിടെ 3 വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ മറ്റുള്ളവരോട് പറയുന്നത് അവരുടെ ആത്മീക വർധനത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും. 3 കാര്യം. നമ്മളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എന്തിന്? ആത്മീക വർധനത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും. So in chapter 14 verse 3 it says, but one who prophesies speaks to men for edification, exhortation and consolation. So when we receive from the Lord and speak to others, it is for the edification, exhortation and consolation of others. Amen. Amen. ആമേൻ എന്ന് വെച്ചാൽ യോജിക്കുന്നുണ്ടോ? യെസ്. അപ്പം ഇവിടുത്തെ ചില മൂപ്പന്മാരും ഡീക്കൺസും അവരെല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന് മാത്രമാണോ? So is it written here that only the elders and the deacons receive from the Lord and speak to others? അപ്പം നിങ്ങൾ പറയും, ബ്രദറെ ഞങ്ങൾക്ക് വല്ലതും പ്രാപിച്ചാലും എപ്പോഴാ പറയേണ്ടത്? സമയം തരുന്നില്ലല്ലോ. And then you may say, oh brother, even if we receive from the Lord, you don't give us time to say all these things. ഞങ്ങൾ പലതും പ്രാപിക്കുന്നുണ്ട്. We are receiving so many things from the Lord. പക്ഷെ ഞങ്ങൾക്കൊന്ന് ഇത് നിങ്ങൾ മാത്രം ഇടയ്ക്ക് മുമ്പിൽ വന്ന ഏതാണ്ടൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് ഒന്നും പറയാൻ അവസരം കിട്ടുന്നില്ല. You are not giving us opportunities to speak. You are the ones who keep coming to the front and saying something. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. അഥവാ ദൈവം നിങ്ങളിൽ കൂടിയൊക്കെ ചില കാര്യം സംസാരിച്ച് അത് ബാക്കിയുള്ളവർക്ക് പ്രബോധനം, ആത്മീയ വർധനം, ആശ്വാസമായി തീരുവാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. My dear brethren, just think about this. If you receive something from the Lord and you are speaking it to the people for their edification, exhortation and consolation, how marvelous it would be. ഹല്ലേലൂയ. Hallelujah. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ എത്ര പുരോഹിതന്മാരിരിപ്പുണ്ട്? Just think about it for a moment. How many priests are sitting here right now? പുരോഹിതന്മാരെല്ലാം കൈ പൊക്കിയാട്ടെ. All the priests here, please raise your hands. ഒന്ന് കൈ പൊക്കി വെച്ചാട്ടെ. Please keep your hands raised up. ജയ കൈ പൊക്ക്. രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങള്. ഹല്ലേലൂയ. You all are royal priesthood. Hallelujah. ചിലർ ചിന്തിക്കുന്നു, സ്ത്രീകൾക്ക് പുരോഹിതനാകാൻ പറ്റുമോ ഇല്ലയോ? And some of you may be thinking, oh, I'm a woman. Can women be priests? നമ്മൾ ദൈവത്തിന് മുമ്പാകെ പുരോഹിതന്മാരാണ്. We are priests before God. ആമേൻ. Amen. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. And so we can receive from God. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും, ദൈവത്തിന് നമ്മളിൽ കൂടി സംസാരിക്കാൻ കഴിയും. And so we can receive from the Lord and we can speak as from the Lord. അതുകൊണ്ട് ഈ സഭയിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, നമ്മൾ പ്രവചനവരത്തെ തുച്ഛീകരിക്കുന്നു. So in this church, may we never think that we are despising the gift of prophecy. കുറച്ചൊക്കെ
അങ്ങനെ കുറച്ചൊക്കെ സ്വീകരിച്ചിട്ടും ഉണ്ട്, പക്ഷേ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Okay, we would have despised prophetic gifts in the past, but we don't want to do so. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലനെ പ്രവചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും പൗലോസ് അപ്പോസ്തലൻ വളരെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന ആളും കൂടെ. Now, Apostle Paul exhorted us about using the prophetic gifts, but he was also a very practical man. അതുകൊണ്ട് അദ്ദേഹം ഇതേ അധ്യായം 14:39 കുറേ കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയട്ടെ. 39 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പി, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. There are a lot of things written in 1 Corinthians chapter 14, but I would like to mention one verse here, verse 39. It says, therefore, my brethren, desire earnestly to prophesy. Hallelujah. And do not forbid to speak in tongues, but all things must be done properly and in an orderly manner. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. But all things must be done properly and in an orderly manner. കുറച്ച് നാൾ മുമ്പ് സഭയിലെ മൂപ്പന്മാരും ഡീക്കൺസും കൂടെയുള്ള മീറ്റിങ്ങിൽ ഈ ഒരു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ സഭയിൽ ഇത് ഉചിതമായും ക്രമമായിട്ടും നടക്കാൻ പറ്റുന്നത്? Some time back, the elders and deacons of this church got together and discussed about this matter. How can we get all things done properly and in an orderly manner? പ്രിയമുള്ളവരെ, ഈ പ്രവചനം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അത് നല്ലതായിട്ട് ചെയ്താൽ. My beloved brethren, this prophecy, this gift of prophecy is a really wonderful thing if it's done in a proper manner. പക്ഷേ ഉചിതമായും ക്രമമായും ചെയ്തില്ലേൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആകെ കുളമാണ്. Now, if things are not, but if it's not practiced in proper and orderly manner, things can get messy. ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല, പക്ഷേ കുളമാണ്. Now, I'm not going to give any examples, but things would get messy. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. Now, so please pay attention to what I'm going to say. ഈ ആഴ്ച ദിവസങ്ങളിലും നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരാണല്ലോ. Now, aren't you people who are walking with God throughout the weekdays? അപ്പോൾ ഈ ആഴ്ച ദിവസങ്ങളിൽ ഒരുപക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇടാൻ സാധ്യതയുണ്ട്. So during these weekdays, the Spirit of God may put certain things in your heart. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുവാണോ അതോ നമ്മളോടും സഭയോടും കൂടെ പറയുവാണോ? Now, when God speaks like this, the first thing you must ask yourself is God speaking to me personally, or is this a message for me as well as the church? അപ്പോൾ നമ്മളോട് ദൈവം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, അത് സ്വീകരിച്ച് അതിൽ മുന്നോട്ട് പോകണം. Now, if God is speaking to me personally, hallelujah, we receive it and we move on with God. എന്നാൽ സഭയോട് പറയുന്നെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ സഭയോട് പറയണം. Now, if you feel that God's Spirit is giving this message for the church, then you should give this message to the church. ഇനി ഇപ്പം ഒരു പക്ഷേ ആഴ്ച ദിവസങ്ങളിലല്ല, നിങ്ങൾ ഇവിടെ ആരാധനയുടെ സമയത്തായിരിക്കാം ദൈവം നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നത്. Now, suppose God is speaking to you not on the weekdays, but on a Sunday service time when you are here worshiping the Lord. അതിനകത്ത് നിങ്ങൾ ചിന്തിക്കണം, ഇത് ദൈവം എന്നോട് സംസാരിക്കുവാണോ അതോ ദൈവം എന്നിൽ കൂടി സഭയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു? And if God is speaking to you at that time, then you should ask yourself, is this message for me personally, or is this a message for the church? അപ്പോൾ ആഴ്ച ദിവസങ്ങളിലായാലും കൊള്ളാം, ഈ ആരാധന സമയത്തായാലും കൊള്ളാം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുകയും നിങ്ങൾക്ക് തോന്നുവാണ് ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. Now, God's Spirit can speak to you during weekdays and on Sundays when you are in the service, and then you can ask yourself, is God giving this message for yourself or for the church? അപ്പോൾ സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നെങ്കിൽ ഉചിതമായിട്ടും ചന്തമായിട്ടും നടക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? Now, if the message is for the church, how can you give it to the church in a proper and orderly manner? ഈ സഭയിലെ 4 മൂപ്പന്മാരുണ്ട്. There are 4 elders in this church. അപ്പോൾ നിങ്ങൾ ആ 4 പേരിൽ ആരെങ്കിലും ഒരാളെ സമീപിക്കണം.
Now, if you receive a message from the Lord, you need to contact any one of those leaders. സാധാരണ ഇത് ഈ 4-ലെ 2-3 പേരൊക്കെ കാണാറുണ്ട് ഇപ്പോഴും. Usually, at least 3 of the leaders are usually present during the service. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ ചെന്ന് പറയണം, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയണം. അപ്പം അവർ നിങ്ങളോട് പറയുവാണ്, ഓക്കേ ബ്രദറെ സിസ്റ്ററെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പിൽ പോയി പറയണം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പിൽ വന്ന് പറയണം. So you should contact one of these leaders and go and personally talk to that leader and say, God has given me a message for the church. And if the leader says, okay, wonderful brother and sister, then you go ahead and speak. Then you should convey the message to the church. പക്ഷേ ഒരുപക്ഷെ ആ ലീഡർ പറയുവാണ്, ബ്രദറെ അല്ല സിസ്റ്ററെ കുഴപ്പമില്ല, താങ്ക് യു വെരി മച്ച്, പക്ഷേ ഇത് ഇപ്പം ഷെയർ ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ അത് ഷെയർ ചെയ്യാതെ ഇരിക്കണം. Now, sometimes the leader may say, okay, dear brother, thank you very much, but I feel you should not share this to the church right now. Then you should happily go back to the seat and not share it to the church. അപ്പോൾ ഒരുപക്ഷെ ആർക്കെങ്കിലും മനസ്സിൽ ഇത് വരും, നോ നോ നോ, ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നത് ഞാനിപ്പോൾ പറയും. നോ 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 നോ, പ്രവാചകന്മാരുടെ ആത്മാവ് മറ്റു പ്രവാചകന്മാർക്ക് അധീനനായി ഇരിക്കണം. ദ സ്പിരിറ്റ് ഓഫ് പ്രോഫറ്റ്സ് ഈസ് സബ്ജക്ട് ടു ദ പ്രോഫറ്റ്സ്. Now, suppose one of the leaders says, no, you should not share, then you should not feel very angry. No, 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 I want to share. Why is the leader saying like this? I would like to share. No, our attitude should not be like this, because the spirit of prophets is subject to prophets. ഹല്ലേലൂയ. Hallelujah. ഓ, ചിലരുടെ ഹല്ലേലൂയ കേട്ടാലേ നോക്കാം എന്ന്. അങ്ങനെയല്ല, ദൈവമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയട്ടെ, ഇവിടെ ആ ബൈജു ബ്രദറിൻ്റെ കൂടിയോ അല്ലെ വേറെ ആരിൽ കൂടിയോ, വേണ്ട സോണി എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി പുതിയതായിട്ട് ഞാൻ കാണുന്ന ആൾക്കാരെ പറ്റി പറയുക, ആരോട് വേണമെങ്കിലും, എന്താണ് സ്റ്റെഫാൻ, ആരോട് വേണമെങ്കിലും ദൈവത്തിന് സംസാരിക്കാം, ആരുടെയും കൂടെ നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലാണ് വരേണ്ടത്. When you come here for the service, you should come in such a way, all prepared to listen from God, because Spirit of God can speak to anyone here. Even the people who have been coming newly attending the service, for example, Brother Baiju or Brother Soni or even Stefan or anybody else. വേണ്ട, അവിടെ പുറയിൽ ഡേവിഡും ജോണും ഒക്കെ ഇരിക്കുന്നു, അവർ പറയുന്നത് ഇതെല്ലാം വലിയവരുടെ കാര്യമാണ്. നോ, അന്ത്യനാളിൽ യൗവനക്കാർ ഞാൻ എൻ്റെ ആത്മാവ് എല്ലാവരുടെയും മേലിടും. ഞാൻ കുറച്ച് പ്രായം 10-30 വയസ്സിൽ കൂടുതലുള്ളവരുടെ മേലിടുമെന്നല്ല പറഞ്ഞത്. Now there's John and David sitting at the back, and they may be thinking, oh, this is all for the older adults, not for us. But no, the word of God says, in the last days I will pour out of my spirit on all flesh, and the young men would prophesy. ഹല്ലേലൂയ. വരുന്ന നാളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്താണ്, ദൈവം നമ്മുടെ സഭയെ പല രീതിയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയും ഇനിയും ആശ്വാസത്തിൻ്റെയും എന്തുവാ കൺസലേഷൻ ആൻഡ് പ്രബോധനത്തിൻ്റെയും വാക്കുകൾ നമുക്ക് കൂടുതൽ ദൈവത്തിൽ നിന്നും കേൾക്കാം. Hallelujah. And in the days to come, we are expecting the Spirit of God to work in such a way so that we would be hearing more of words of consolation and exhortation and edification in this church. ഇനിയും ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. Now let me move on to today's message. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നാണ്. It's from John, from the Gospel of John, chapter 12. അത് 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. John chapter 12, verses 1 to 8. സിസ്റ്റർ അനിത വായിച്ചാട്ടെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. അവിടെ അവർ അവന് ഒരത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി
അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാസ് ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കെ ഇല്ലതാനും എന്ന് പറഞ്ഞു. So we just read from John chapter 12, verses 1 to 8. ഒന്നാം വാക്യം എടുത്താട്ടെ. Let's take the verse, look into verse 1. ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. Before we move forward, let's pray. സ്വർഗപിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. Oh Heavenly Father, please speak to each one of us by your Holy Spirit. അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ. Oh God, please open our eyes to see. ആമേൻ. Amen. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥന്യയിലേക്ക് ആണ്, ഇത് ബെഥന്യയിലാണ് നടക്കുന്നത്. ഇംഗ്ലീഷിൽ ബെഥനി. So this incident is taking place in Bethany because verse 1 says, Jesus came to Bethany where Lazarus was, whom he had raised from the dead. ഈ ബെഥന്യ എന്ന് പറയുന്നത് യെരുശലേമിന്റെ നിന്ന് 2 മൈൽ ദൂരമായിരുന്നു. 2 മൈൽ. This Bethany was 2 miles away from Jerusalem. അതായത് ഏകദേശം 3.25 കിലോമീറ്റർ. So that is around 3 1/4 kilometers, 3.25 kilometers. അത് എന്ന് വെച്ചാൽ വളരെ അടുത്തായിരുന്നു, ചുരുക്കം പറഞ്ഞാൽ. So that was quite close by. ഈ ലാസർ എന്ന് പറയുന്ന ആള് അവിടെ ആയിരുന്നു പാർത്തത്. So the man named Lazarus was living there. ഇത് എപ്പോഴായിരുന്നു നടന്നത്? പെസഹായിക്ക് 6 ദിവസം മുമ്പേ. When did this incident take place? 6 days before the Passover. ഇപ്പം ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെയൊക്കെ പല പ്രാവശ്യം അല്ലാതെ വേറെ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വേദഭാഗം പഠിക്കുമ്പോൾ നമ്മൾ OIA, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒബ്സർവേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ആപ്ലിക്കേഷൻ, മലയാളത്തിൽ നിരീക്ഷിക്കുക, വ്യാഖ്യാനിക്കുക, പിന്നത് പ്രാവർത്തികമാക്കുക, അല്ലെ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു. So even as I am taking this scripture portion, I would like to remind you, as you have been taught earlier, we need to look at any scripture portion in a special way. That's observation, interpretation and application. അപ്പോൾ ഇവിടെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. അതായത് ഇത് നടന്നത് ബെഥനിയയിലാണ്. ഇത് പെസഹായിക്ക് 6 ദിവസം മുമ്പാണ് ഇത് നടന്നത്. ഇത് ബെഥനിയ എന്ന് പറയുന്നിടത്താണ് ലാസർ പാർത്തിരുന്നത്. So as we can observe in verse 1, this incident had taken place in a place called Bethany, and that's the place where Lazarus was staying, and this incident took place 6 days before the Passover. അപ്പം ഓർത്തോണം, നമ്മൾ ഇത് 12-ാം അധ്യായമാണ്. ഈ 6-7 ദിവസം കഴിഞ്ഞ് യേശു ക്രൂശിക്കപ്പെട്ടു. അപ്പം ക്രൂശിക്കപ്പെടുന്നതിൻ്റെ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇത്. So this is John chapter 12, and as we read ahead, Jesus was in a short time he was crucified. So this incident took place 6 days. 6 days before Jesus' crucifixion. No, around 6-7 days. Around 7 days before Jesus' crucifixion. അപ്പം വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇപ്പം നമ്മൾ യോഹന്നാൻ 12-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അതിന് മുമ്പ് എന്തുമായിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകത്തില്ല. And moreover, when we are reading John chapter 12, we need to understand what took place before the incident in John chapter 12, the context of it. Otherwise, we won't understand the context. 11-ാം അധ്യായത്തിലാണ് ഈ ലാസറിനെ കുറിച്ചുള്ള വളരെ വിസ്തരിച്ച കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. So John chapter 11 describes in detail about Lazarus and what happened to him. ഈ ലാസർ എന്ന് പറയുന്ന ആൾക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു മാർത്ത, മറിയം. So this man named Lazarus had 2 sisters, Martha and Mary. ഇനിയിപ്പോൾ ലാസറിന്റെ അപ്പനും അമ്മയും എവിടെയായിരുന്നു? ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? ലാസർ കല്യാണം കഴിച്ചായിരുന്നു?
ഭാര്യയും മക്കളും ഉണ്ടായിരുന്നോ? ഇതൊന്നും ബൈബിളിലില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കും. ഏതായാലും അവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. So nothing is mentioned about Lazarus' parents or whether he was a married man or did he have children. Nothing is mentioned, but what is mentioned is about him and his sisters. എന്തായാലും ഈ കുടുംബത്തോടെ യേശുവിന് അടുപ്പമുണ്ടായിരുന്നു. So whatever it is, Jesus was quite close to this family. യേശു അവരെ സ്നേഹിച്ചു എന്ന് പറയുന്നു. And it says here that Jesus loved them. അപ്പം ഈ 12-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഈ ലാസറിന് ഭയങ്കര അസുഖം വന്നു. So before the incident in John chapter 12 took place, a few days before that, Lazarus had fallen ill. അപ്പം യേശു ഒരിടത്ത് ഇരിക്കുമല്ലോ, യേശു പലയിടത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യേശുവിനെ ഉടനെ വാട്സാപ്പ് വഴിയോ ഫോൺ വഴിയോ വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്തോ ചെയ്യും? ആരാണ്ടിൽ കൂടി ന്യൂസ് വിട്ടു, നീ സ്നേഹിക്കുന്ന ലാസർ അസുഖം വന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വാ. Now Jesus was a person who was constantly on the move, and in those times they didn't have phones or WhatsApp. So when Lazarus fell ill, what they did was they conveyed the news to Jesus through a messenger. പക്ഷേ 11-ാം അധ്യായത്തിൽ ഇരിക്കുന്ന ലാസറിന് അസുഖം ആയിരുന്നെന്ന് അറിഞ്ഞപ്പോൾ യേശു 2 ദിവസം കൂടെ അവിടെ നിന്നു, എന്നിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. But in chapter 11 verse 6 it says that when Jesus heard that Lazarus was sick, he stayed 2 days longer in the place that he was. പിന്നെ അത് കഴിഞ്ഞിട്ട് യേശു അവിടുന്ന് വന്നു. പക്ഷെ വന്നപ്പോഴത്തേക്കിന് ലാസർ മരിച്ചു. അതിന് 4 ദിവസം കൂടെ കഴിഞ്ഞു. And later on Lazarus goes to Bethany, but by that time Lazarus was dead, not only dead, but he was dead 4 days. അപ്പോൾ യേശു ക്രിസ്തു ഈ ബെഥന്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കിനെ മാർത്ത അവിടെ യേശുവിനെ കാണാനായിട്ട് ചെന്നു. So even before Jesus reaches Bethany, a short distance before that itself, Martha goes from her house and goes to meet Jesus there. അവിടെ മാർത്തയും യേശുവുമുള്ള സംഭാഷണം അവിടെ ഉണ്ട്. So there's a dialogue which is mentioned here, which goes between Jesus and Martha. പക്ഷേ നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ മറിയത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് 11-ാം അധ്യായം 28-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ. So, but today in our message we are going to focus on Mary. So let's read John chapter 11 verse 28. തൻ്റെ സഹോദരിയായ 11-ാം അധ്യായം യോഹന്നാൻ 11:28. യെസ്. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരെ നമ്മൾ കാണുന്നത് യേശു മറിയവുമായിട്ടുള്ള ആ ഒരു അടുപ്പം. അതായത് യേശു പ്രത്യേകം വിളിപ്പിച്ചു മറിയത്തെ. എന്തിനായിരുന്നു വിളിപ്പിച്ചേ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ ബെഥന്യയിൽ ഭയങ്കര ആൾക്കൂട്ടമാണ്. അപ്പോൾ അവിടെ ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ട് വിളിപ്പിച്ചത്. So when we read John chapter 11 verse 28 to 32, we see that Jesus called specially for Mary and he wanted to talk to her. So why did he do that? Probably because there were too many people in their house in Bethany and Jesus wanted to talk very personally to her, and so he had called for her. Now this shows how much Jesus was close to Mary. ഇതിന് ശേഷം ഇവിടെ നമ്മൾ കാണുന്നു മറിയം യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. And later on we see that Mary came and fell at his feet. അവിടെ എല്ലാവരും കരയുകയാണ്. And everybody is weeping there. പക്ഷെ നമ്മൾ ആശ്ചര്യപ്പെടും, കുറച്ച് കഴിഞ്ഞ് യേശു അവിടെ കരയുന്നു.
And then what surprises us is Jesus also weeps. എന്തായാലും യേശു ആ കല്ലറയുടെ അടുത്ത് പോയി. And then Jesus goes to the grave. യേശു പറഞ്ഞു ആ കല്ലറയുടെ അവിടെയുള്ള ആ കല്ലിനെ മാറ്റ്. And Jesus said to remove the stone in front of the tomb. അപ്പൊ മാർത്ത പറഞ്ഞു, അയ്യോ ഭയങ്കര നാറ്റം വരും, അതുകൊണ്ട് എന്തിനാ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് മാർത്ത ചോദിച്ചു. So Martha said, "Oh Lord, he's been dead 4 days and it's going to be really, and a real stench is going to come out. Should we remove the stone?" അപ്പൊ 40-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. വളരെ നല്ലൊരു വാക്യമാണ്. So let's read verse 40. It's an amazing verse. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. മതി. Jesus said to her, "Did I not say to you that if you believe, you will see the glory of God?" ഇത് അന്ന് പറഞ്ഞു, എന്നാൽ ഇതിന്നും നമുക്ക് ഹല്ലേലൂയ ഇത് നമ്മൾക്കും ബാധകമാണ്. വിശ്വസിച്ചാൽ, ദൈവം പറഞ്ഞത് വിശ്വസിച്ചാൽ, യേശുവിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. Jesus had spoken this line to Martha at that time, but it's still applicable to us. If you believe, you will see the glory of God. അതിനുശേഷം യേശു പറഞ്ഞു, ലാസർ നീ പുറത്തു വാ. And after that, they removed the stone and Jesus cried out, "Lazarus, come out." ലാസറസിനെ ഇങ്ങനെ തുടി കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ലാസർ ഇങ്ങനെ നടന്നു വന്നു. Now Lazarus' body was all tied up and wound in clothes, so he just got up and നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ലാസർ പ്രായം ചെന്ന് മരിച്ചല്ലായിരുന്നു. we must remember that Lazarus didn't die of old age. അങ്ങനെയുള്ള ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരാളുടെ ഹാർട്ട് ബീറ്റൊക്കെ നിന്നാലേ ഈ കുട്ടികളുടെ ഒക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ഞെക്കിയും ഇത് ഇംഗ്ലീഷിൽ പറയുന്ന റിസസിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്ത് ചിലരുടെ ഹാർട്ട് നിന്ന കേസുകളുണ്ട്, അത് തിരിച്ചു വന്ന കേസുകളും ഉണ്ട്. ഞാൻ അങ്ങനത്തെ കേസ് കണ്ടിട്ടുണ്ട്. So now I am a doctor and I have seen that when people die, whether adults or children, we do a CPR and then there many times I have seen people come back to life after the CPR. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? Now, but if a person has died and 4 days have passed, has any one of you seen such a person come back to ആരെങ്കിലും life? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. I have not seen anybody, but has any one of you seen such a person? ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വലിയ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. And what I am trying to say is this is an absolutely rare phenomenon. ആൾക്കാർ ഞെട്ടിപ്പോയത് ഇയാൾ എഴുന്നേറ്റ് വരുന്നു, നടന്നു വരുന്നു. And it's really shocking to see this man who's been dead for 4 days walking towards you. ഓർത്ത് നോക്കണം, അന്ന് നമ്മളിപ്പോ 12-ാം അധ്യായത്തിൽ വായിച്ചെടുത്തല്ല ഈ ലാസർ, ആ മരിച്ചുപോയ ലാസർ അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് ചെറിയ കാര്യമാണോ? And just imagine, this very Lazarus who was dead for 4 days is now sitting there in John chapter 12 in his home. ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന ലാസർ അല്ല. This is not the Lazarus who had gone to Gulf and come back. അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നവനല്ല. This is not that Lazarus who went to America and then had come back for holiday. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നവനാണ് അവിടെ ഇരിക്കുന്നത്. This is that Lazarus who was dead for 4 days and is come back to life. He's sitting there. ഇനി നമ്മൾ ചിന്തിക്കും ഇത് കാണുമ്പോൾ എല്ലാവരും വിശ്വാസത്തിൽ വരുമെന്ന്. And now we may think that if we see such a person, everybody will start believing in Jesus. ഓ താങ്ക് യു. ഇത്രയും കണ്ടാലും വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാര് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. Now, no. Even during those times and even during our times, there are people who may see such amazing things but still refuse to believe. 45-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ. Let's read from verse 47. It's 45. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ഓക്കേ. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം അപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു എന്നല്ല എഴുതിയേക്കുന്നത്. ഇവിടെ വേറെ ഏതാണ്ട് എഴുതിയേക്കുന്നത്. എന്താ അവരെന്തോ പറഞ്ഞു? യെസ്. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ
എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, We just read from John chapter 11, verse 45 to 48. And verse 46 says that some of them went to the Pharisees and told them the things which Jesus has done. So it was not that all of them believed and fell at Jesus' feet and worshipped him. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ഐഡിയ ഗുരു അവിടെ ഇരിപ്പുണ്ട്, കയ്യഫാസ്. So as we read verse 49, we see this person. In our today's language, we may say an idea guru sitting there. പുള്ളി പറഞ്ഞേടാ, ഒന്നും അറിയത്തില്ലടേ, ഈ നമ്മളെല്ലാവരും ഇവിടെ ചാകേണ്ട കാര്യമില്ല, ഇതിനകത്ത് ഒരുത്തനെ പോയാൽ മതി, നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചാൽ മതി. ചുരുക്കം പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് യേശുവിനെ കൊന്നാൽ നമ്മളെല്ലാം രക്ഷപ്പെടും. Now this idea guru Caiaphas said, hey, you don't know anything at all. See, one of us has to die, and so let that person be Jesus. 53-ാം വാക്യം, Verse 53. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. നമ്മൾ വിചാരിക്കും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ആൾക്കാർ വന്ന് മാലയിടുവന്ന്. ഇവിടെ അന്ന് മുതൽ അവനെ കൊല്ലാൻ തീരുമാനിച്ചു, ആലോചിച്ചു. Verse 53 says, so from that day on they planned together to kill him. Now we may think that if a good deed is being done, people will go and garland that person. But here we read that from that day on they planned together to kill him. ഞാൻ ഈ വേദഭാഗം വായിക്കുന്നത് നിങ്ങൾക്ക് ഈ 12-ാം അധ്യായത്തിലെ പശ്ചാത്തലം കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, So I'm reading from this John chapter 11 so that you get a grasp of the context of John chapter 12. ഇനി 54 മുതൽ 57 വരെ വായിച്ചാട്ടെ. Now let's read from verse 54 to 57. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുൻപേ നാട്ടിൽ നിന്ന് യെരൂശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട്, എന്ത് തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണം എന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. ഓ, അപ്പം ഈ ഡിന്നർ അവിടെ നടക്കുന്നത് ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ്. യേശുവിനെ 2 മൈൽ ദൂരെ ആൾക്കാര് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. And so when we read verse 57, now the chief priests and the Pharisees had given orders that if anyone knew where he was to report it so that they might seize him. So this is the context of the incident mentioned in John chapter 12. So orders were given to arrest Jesus in the vicinity of 2 miles around that house where Lazarus dwelt. അപ്പൊ ഈ 57-ാം വാക്യം കഴിഞ്ഞിട്ടാണ് 12-ാം അധ്യായം 1-ാം വാക്യം എടുത്താട്ടെ. So after John chapter 11 verse 57 starts John chapter 12 verse 1. അപ്പം ഇതിന്റെ കുറച്ച് ദിവസത്തിന് ശേഷം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ബഥനിയാവിൽ യേശു അവിടെ വന്നു. So in the context of this, 6 days before the Passover, Jesus came to Bethany. 2-ാം വാക്യം. Let's read verse 2. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. ഓ, ഈ അവർ അവനൊരു അത്താഴം ഒരുക്കി എന്ന് വെച്ചാൽ ഇത് ആരൊരുക്കി? So they made him a supper there. Who made him that supper? ഒരുപക്ഷെ മാർത്തായും മറിയവുമായിരിക്കാം ഒരുക്കിയത്. പക്ഷെങ്കിൽ ഈ വേദഭാഗം ഏറെക്കുറെ മത്തായി ആൾക്കാർ നിങ്ങൾ നോട്ട് ചെയ്യണം. മത്തായി എഴുതിയ സുവിശേഷം 26:6 മുതൽ 13 വരെ അവിടെ എഴുതിയിട്ടുണ്ട്. Now this incident is also mentioned in Matthew chapter 26:6 മുതൽ 13 വരെ.
Chapter 26, verses 6 to 13. Please note it അത് down. മാത്രമല്ല മർക്കോസ് 14:3-9 വരെ. And not only that, it's also mentioned in Mark chapter 14, verses 3 to 9. ചുരുക്കം പറഞ്ഞാൽ മത്തായി, മർക്കോസ്, യോഹന്നാൻ ഈ 3 പേരും ഈ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. Now, in short, what I would like to say is Matthew, Mark, and John. All these 3 people have recorded this incident. ഓക്കെ, അപ്പം ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സുമമാൻഡി. Just try to imagine. Now, one important person in our midst was Sumamanti, who is no longer with us. അപ്പോൾ 1990 കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഇന്ന് ആരെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ, Now, suppose an important incident took place in the 1990s, and suppose somebody writes it down today. ഒരുപക്ഷെ പാസ്റ്റർ ജെഫി ആ ഒരു സംഭവം നടന്നത് എഴുതി വെക്കുകയാണ്. Now, suppose Pastor Jeffy writes about that incident, ബ്രദർ നിക്കി അതേ സംഭവത്തെ പറ്റി എഴുതുകയാണ്. and Brother Nicky also writes down that same incident, പിന്നെ മത്തായി ബ്രദറും അത് എഴുതി വെക്കുകയാണ്. and also Brother Matthias also writes down about that same incident. ഈ 3 പേരും 3 വ്യത്യസ്ത ആൾക്കാരായതുകൊണ്ട് അവരെ സംഭവം ഒരേതാണെങ്കിലും വേറെ വേറെ കാര്യത്തിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. Now, because all these 3 people are very different, they may write about the same incident, but in different ways, laying emphasis on different things. ശരിയല്ലേ? അവരെ 3 പേര് ഫോട്ടോ കോപ്പി ചെയ്തിട്ടുള്ള കാര്യം എല്ലാവർക്കും പറയുന്നത്. ഒരാള് ചിലതിനെ ഊന്നി പറയും, വേറൊരാള് വേറൊരു കാര്യത്തെ ഊന്നി പറയും. Now, isn't that true? Now, each person would be emphasizing a different aspect of the same incident. It would not be a photocopy. പക്ഷേ ഈ 3 പേരും ആക്ച്വലി മത്തായിയും മർക്കോസും യോഹന്നാനും 3 പേരും പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീ വളരെ വിലപ്പെട്ട ഒരു തൈലം ഇട്ടു. കുറച്ചു പേര് പറഞ്ഞു, ഇത് എന്തിനാണ് ഇതെല്ലാം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത്? അപ്പൊ യേശു പറഞ്ഞു, ഇത് വേസ്റ്റ് അല്ല, പൂർ ആൾക്കാർ ദരിദ്രരുണ്ടല്ലോ. ഇത്രയും കാര്യം 3-നകത്തുമുണ്ട്. Now, in all these 3 incidents described by Matthew, Mark, and John, they tell about this lady who brought a very costly perfume and anointed the feet of Jesus. And then some people who were watching this said, wow, what a waste, we should not be doing this and all. And then Jesus says that, let her alone, let her do പക്ഷേ this. മത്തായി പറയുന്നത് ഇത് നടന്നത് കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ ഭവനത്തിലാണ്. But when Matthew describes it, he says that this incident took place in the house of Simon the leper. എന്നിട്ട് അവിടെ ഈ മറിയം എന്ന പേര് മത്തായിയും പറയുന്നില്ല, മാർക്കോസും പറയുന്നില്ല. And neither Matthew nor Mark mentions the name Mary in their description. പിന്നെ അവർ രണ്ടുപേരും പറയുന്ന ഈ തൈലം തലയിൽ പൂശിയെന്ന. And they both, while narrating the incident, say that this lady put the perfume on Jesus' head and anointed him. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച്, അപ്പം സപ്പോസ് സുമാൻഡിയുടെ ആ 1990 കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യം പാസ്റ്റർ ജെഫിയും പറയുന്നു, നിക്കിച്ചായനും പറയുന്നു, മത്തായി ബ്രദറും പറയുന്നു. ഇവർ 3 പേരും സത്യമാണ് പറയുന്നത്. എന്നാൽ ഇച്ചിരി വേറെ വേറെ കാര്യങ്ങളാണ്. ഇതിനെല്ലാം കൂടെ ഒന്നിച്ചാക്കുമ്പം നമുക്ക് ഒരു ചിത്രം കിട്ടും. Now, if that incident about Sumamanti, which took place in the 1990s, is being written down by Pastor Jeffy and Brother Nicky and Brother Mathai, they are all telling about the same incident, but in different ways. And when we read all these 3 narrations, we get a fuller picture of the incident. അപ്പോൾ ഒരു പക്ഷേ ഇത് ഈ അത്താഴം നടന്നത് കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലാണ്. പക്ഷേ മാർത്ത ഭയങ്കര സെർവിങ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് മാർത്ത അവിടെയും ചെന്ന് അവിടെ സെർവ് ചെയ്തായിരിക്കാം. So maybe this incident took place in the house of Simon the leper, and Martha, being a lady who really likes serving, she was serving in his house too. പിന്നെ ഒരു പക്ഷേ ഈ സ്ത്രീ മറിയം തലയിലും പൂശിക്കാണും കാലയിലും പൂശിക്കാണും. And maybe this lady Mary might have anointed the head of Jesus and also the feet of Jesus. പക്ഷേ യോഹന്നാനെ യേശു ശിഷ്യന്മാരുടെ കാല് കഴിയുന്ന 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ യോഹന്നാന്റെ ഫോക്കസ് അതിലാണ്. കണ്ടോ,
കാലേൽ പൂശി. Now, John, while describing this incident, says that, see, she anointed his feet, the feet of Hallelujah. Jesus, wiped his feet, because probably John was laying emphasis about describing incidents around the feet of Jesus. പക്ഷെ ലൂക്കോസ് 7 അധ്യായം നോട്ട് ചെയ്യണം. ലൂക്കോസ് 7 അതിന്റെ 36 മുതൽ 38 വരെ വേറൊരു സംഭവമുണ്ട്. But Luke chapter 7, verse 36 to 38 describes another incident. 7 അധ്യായം 17 അല്ല 7. Luke chapter 7, verse 36 onwards. അവിടെ ഈ തൈലം പൂശുന്ന കാര്യമുണ്ട്, ഒരു സ്ത്രീയും ഉണ്ടെങ്കിലും പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് വേറൊരു സംഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And even though Luke narrates about one lady and who poured the perfume, I believe that this was a different incident altogether. അതിന്റെ കാരണമുണ്ട്. ഈ 7 അധ്യായത്തിൽ വരുന്ന സ്ത്രീയെ പാപിയായ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട്. Now, why do I believe that? Because this woman described in Luke chapter 7, verse 37 is mentioned as a woman who was a sinner. ഇപ്പം നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ ഒരു സ്ത്രീയെ പ്രത്യേകമായിട്ടും പാപിയായ സ്ത്രീ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം വേറെയാണ്. Now, we all are sinners. But if a woman is being specifically mentioned as a sinner, then that means she was into some really bad things. അത് മാത്രമല്ല, ഈ ലൂക്കോസ് 7 അധ്യായത്തിലുള്ള അവിടെ വിഷയം, ഇത്രയും മഹാപാപിയായ സ്ത്രീ വന്നിട്ടും ഈ പ്രവാചകന് മനസ്സിലായില്ലല്ലോ ഈ പാപിയായ സ്ത്രീ ആണെന്ന്. അവിടെ അതായിരുന്നു വിഷയം. നേരെ മറിച്ച് യോഹന്നാനും മർക്കോസും മത്തായിയും എഴുതിയതിനകത്തെ വിഷയം പാപിയായ ആള് യേശുവിനെ തൊട്ടു എന്നുള്ളതല്ല, ഇത്രയും വില കൂടിയ തൈലം എന്തിനാ വേസ്റ്റ് ചെയ്തത്. അപ്പം വിഷയം രണ്ടിടത്തും രണ്ടായിരുന്നു. And besides that, when we look carefully at the issue mentioned in Luke 7 and in Matthew, Mark, John, the issue is different. In Luke 7, the issue is that the Pharisees thinking, such a great prophet is this Jesus, but he is not able to discern that this lady is a sinful lady. But in Matthew, Mark, and John, the issue is different. Why is this lady wasting such an expensive perfume? അതുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, രണ്ട് ഇവിടെ സംഭവങ്ങളുണ്ട്. ലൂക്കോസ് പറയുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പാപിയായ സ്ത്രീ, പുള്ളിക്കാരി പാപിയാണെന്ന് ബോധ്യപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു, തൈലം പൂശുന്നു. എന്നാൽ മത്തായി, മർക്കോസ്, യോഹന്നാൻ പറയുന്നത് അത് മാർത്തയുടെ സഹോദരിയായ മറിയത്തെക്കുറിച്ചാണ്. അത് യേശുവിൻ്റെ ശുശ്രൂഷയിലെ അവസാന ഘട്ടത്തിലാണ്. അവിടെ പാപിയായിരുന്ന ആള് തൈലം പൂശിയെന്നല്ല, യേശുവിനോട് സ്നേഹമുള്ളത് കൊണ്ട് തൈലം പൂശിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. So so we understand that these two incidents are very different. Luke chapter 7 describes of the times of earlier days of Jesus' ministry, where a woman who was a sinner, who was convicted of her sins, comes and anoints the feet of Jesus with oil, with this perfume. Now, Matthew, Mark, and Luke describes another incident which took place towards John describes another incident which took place in the later days of ministry, just before his death, where a woman who was very close to Jesus anoints the feet of Jesus. She was not mentioned as a sinner. യോഹന്നാൻ 12 അധ്യായം 3 വാക്യത്തിലേക്ക് കടക്കാം. Let's move to John chapter 12 verse 3. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അപ്പോൾ ഡിന്നർ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ, പല പുരുഷന്മാരും ഇരിക്കുമ്പോൾ. Now it says Mary then took a pound of perfume. So when did she do it? When the dinner was going on and there were a lot of men sitting around there. ഓർത്തോണം, നമ്മൾ ഇന്ന് ഈ കസേരയിലും ഒക്കെ ഇരിക്കുന്ന പോലെ അല്ലായിരുന്നു, അവർ ഈ താഴെയായിരുന്നു ഇരിക്കുന്നത്. താഴെ ഇങ്ങനെ ഇരുന്നായിരുന്നു കഴിക്കുന്നത്. Now in those times they used to have their dinner sitting on the floor and not like what we do on dining tables and chairs.
വളരെ വിലപ്പെട്ട ഒരു തൈലം എടുത്ത് അത് പൊട്ടിച്ചു, അത് യേശുവിൻ്റെ കാലിൽ പൂശി. Now she took a very costly perfume and broke it and anointed the feet of Jesus. 4-ാം വാക്യം. Verse 4. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദാസ് കരിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് മതി. ഇനി ഈ 300 വെള്ളിക്കാശ് എന്നുള്ള ഒരു കാര്യത്തെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ്? Now we must understand how much 300 denarii amounted to. ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് നമ്മളുടെ ഇടയിൽ ഒരു വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് ഒരാളെ കൂലിക്ക് വെക്കുകയാണെങ്കിൽ എത്ര പണം കൊടുക്കും? അതാണ് ഒരു വെള്ളിക്കാശ്. 1 denarius is equivalent to the wage that we would be giving in our present times. We would be giving to a laborer who would be employed in our home to work. അപ്പം ഇന്ന് ഈ നാളുകളിൽ ഒരാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിൽ കിളയ്ക്കാനോ വേറെ എന്തെങ്കിലും ജോലിക്ക് വെക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് ഒരു 700-800 രൂപ കൊടുക്കേണ്ടി വരുമായിരിക്കും, അല്ലേ? ശരിയല്ലേ? Now suppose we are hiring one laborer to work in our homes, doing the outside work in the field. Then if he works from morning till evening, we would give around 700 to 800 rupees. ഓക്കെ. അപ്പം ഇനി 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാധാരണക്കാരുടെ ഒരാൾ, കൂലിവേല ചെയ്യുന്ന ഒരാൾ എത്ര പണമായി? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. So now if we calculate the equivalent of 300 denarii which would pay to a manual laborer of today, how much would it amount to? 300 ഗുണം 700. അപ്പം എത്രയായി? 2,00,000. 300 രൂപ ഒരു ദിവസം. അപ്പം 300 denarii. സോറി 700 രൂപ ഒരു ദിവസം. അപ്പം 300 ദിവസത്തിന് 300 × 700 2,10,000 രൂപ. So it would be equivalent to 2,10,000 rupees of today. നമുക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഈ പുള്ളിക്കാരിയെ ചുമ്മാതെ വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിൽ എന്ന് ഇടിക്കുന്ന അതുപോലത്തെ പെർഫ്യൂം അല്ല ഇത്. നമ്മുടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ 2,00,000 രൂപയുടെ ഒരു സാധനം ഇരിപ്പുണ്ട്. എന്തുവാ? പ്രത്യേക സാധനമാണ് ഇത്. ഇത് രാജാക്കന്മാർക്ക് മാത്രം പൂശുന്ന ഒരു സാധനമായിരുന്നു. Now, why did I make you do the calculation? So that we understand that this was no ordinary perfume which we have in our homes. This perfume was something very special which kings of those days used for themselves. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ യൂദാസിന് ദേഷ്യം വന്നത്? Now, do you understand why Judas was getting angry saying അല്ല, this? യൂദാസിന് ദേഷ്യം വന്ന പുള്ളി കള്ളനാണ്. See, one reason why he got angry was because he was a thief. അത് ഞാൻ പറയുന്നതല്ല, അത് എൻ്റെ യോഹന്നാൻ പറയുന്നുണ്ട്. It's not my observation. John had mentioned this in the Bible. യൂദാസ് പറയുന്നേടാ ഇത്രയും പണം, അത് നിനക്ക് ഇത്രയും എക്സ്ട്രാ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളുടെ വർക്കിംഗ് ഫണ്ടിലോട്ട് ഇട്ടാൽ മതിയായിരുന്നല്ലോ. അതിൻ്റെ 10-20% വെച്ച് ഞാൻ എൻ്റെ കീശയിലോട്ട് ആക്കുന്നുണ്ടായിരുന്നല്ലോ. Now Judas said, if you have so much money, why don't you put it in our working fund? Now I would have pilfered some of it into my pocket. ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു, ഇതിനി തിരിച്ചെടുക്കാൻ പോലും പറ്റത്തില്ല, ഇത് വേസ്റ്റ് ആണ്. Oh, what a shameful waste. You broke this and now we can't put it back also. ഇനി യൂദാസ് കള്ളനായിരുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായിക്കകത്തും ഒക്കെ എഴുതിയ എന്തുവാ? മറ്റ് ശിഷ്യന്മാർക്കും ദേഷ്യം വന്നു. Now why Judas said this was because he was a thief. But Matthew and Mark also mentions that the other disciples also got angry about it and said, what a waste. അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? Now why do you think did they say like that? എന്തിനാണ് ഇത്രയും ഇത് പാഴാക്കി കളഞ്ഞത്? Why was there so much waste, so much extravagance and wastage?
ഒന്നാമത് ഈ തൈലം എന്നൊക്കെ പറഞ്ഞാൽ ഇത് പൂശിക്കഴിഞ്ഞാൽ തിരിച്ചൊന്ന് എടുത്ത് ഒഴിക്കാനൊന്നും പറ്റത്തില്ല, അതോടുകൂടി തീർന്നോ. Now, for one, this oil, this perfume, once you break it and use it, you can't take it back and collect it into a bottle again. It's gone. അപ്പോൾ യേശു എന്താ പറഞ്ഞു? So what did Jesus reply? വായിച്ചാട്ടെ. Verse 7. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ യേശു ഒരു നല്ല ഇടയനാണ്. ഹല്ലേലൂയ. And hallelujah, Jesus is a good shepherd. ഈ ചില ആടുകൾ മറ്റേ ആടുകളെ അങ്ങ് വിഴുങ്ങാനായിട്ട് പോകും. അപ്പോൾ യേശു ആ ആടുകളോട് പറഞ്ഞു, ഹലോ നീ വെയിറ്റ് ചെയ്യ്, അതിനെ അങ്ങ് വിഴുങ്ങാതെ വെറുതെ വിട്ടേരെ. Now there are some sheep which would like to devour Hallelujah. the weaker sheep. And Jesus is saying, no, just wait, don't devour her. യേശു ഇവിടെ വേറൊരു കാര്യം പറയുന്നു, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. And Jesus is mentioning something else. He's saying, she may keep it for the day of my burial. So let it be like that. മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്ന് വായിച്ചാട്ടെ. മർക്കോസ് 14:6, 7, 8. Let's read Mark chapter 14, verses 6 to 8. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവൾ എനിക്ക് വേണ്ടിയാണ് ഈ നല്ല പ്രവൃത്തി ചെയ്തത്. ഹല്ലേലൂയ. In verse 6, Jesus says, she has done a good deed to me. അവൾ എനിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. She did it for me. ഹല്ലേലൂയ. Hallelujah. ബാക്കി ശിഷ്യന്മാർക്ക് അത് ഒന്നും മനസ്സിലായില്ല. ശിഷ്യന്മാർ പറഞ്ഞു ഇത് ചുമ്മാ അത് വേസ്റ്റ് ആയി. പക്ഷെ യേശു പറഞ്ഞു അല്ലല്ല, അവളെ വെറുതെ വിട, അവൾ ഇത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. The rest of the disciples didn't understand her intent, but Jesus understood her intent and said, no, let her alone. Don't bother her. She has done a good deed to me. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യം ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷെ അഥവാ നമ്മൾ കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്തെങ്കിൽ അത് കർത്താവിന് മനസ്സിലാവും. My dear brethren, if we do a good deed to Jesus, others may not understand it, but Jesus will definitely understand it. 7-ാം വാക്യം. Verse 7. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. അപ്പൊ ഈ ദരിദ്രരെ സഹായിക്കണ്ട എന്നല്ല യേശു പറഞ്ഞത്. നമ്മളെ പാസ്റ്റർ ജെഫി നമ്മളെ പഠിപ്പിച്ചു, നീതി, ന്യായം, ബാക്കി ആൾക്കാരെ സഹായിക്കുന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ യേശു അതുകൊണ്ട് പാവപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. അവരെ നിങ്ങൾക്ക് എപ്പോഴും സഹായിക്കാം. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൾ ഇത് ചെയ്തതിന് എന്താണ് തെറ്റ്? Now Jesus was not saying that you should not help the poor people. What Jesus is saying is the poor are always with you. And what is wrong in her action, in her intent, when she is doing this for me? And some time back, Pastor Jeffy had also taught us from the scripture about how righteousness and justice are the foundation of the throne of God, and how God cares for the poor. 8-ാം വാക്യം. Verse 8. അവൾ തന്നാലാവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു. ഓ, നമ്മൾ ഇങ്ങനൊരു കാര്യം കർത്താവിൽ നിന്ന് കേട്ടാൽ എന്തു വലിയ കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നെങ്കിൽ, അതായത് അവനാൽ കഴിയുന്നത് അവൻ ചെയ്തു. യേശു ഇവിടെ പറഞ്ഞു, അവൾ തന്നാൽ ആവത് ചെയ്തു. And in verse 8, Jesus said, she has done what she could. And such a beautiful statement. And if Jesus says that about us, he or she did what he could, wouldn't that be really amazing? പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഈ 2 ലക്ഷത്തിൻ്റെ തൈലം ഇല്ലായിരിക്കും, എന്നാൽ വേറെ ഏതാണ്ട് ഉണ്ടായിരിക്കാം.
My dear, വിലപ്പെട്ടത് ഉണ്ടായിരിക്കാം. my dear brethren, you may not be having a perfume worth 2 lakh rupees, but you may be having something else, something which is really precious. ഈ മറിയം ഇതെന്തിനാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്? Now, coming to think of it, why in the world did Mary do such a thing? ഞാനും അന്ന് ഈ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയനെ. ഇല്ല, ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? Now, if I were with the disciples at that time, I too might have thought in a similar way. What is the use of all so much of extravagance? അല്ല, ഞാനും ഒത്തിരി കണക്ക് കൂട്ടുന്ന ആളാണ്. I am a very calculative person. അപ്പം ഇതിൻ്റെ ഇത്രയുമേ ഒരു കാര്യം ആവശ്യമുള്ളെങ്കിൽ അതിന് കൂടുതൽ എന്തിനാ വേണ്ടത്? See, why so much of extravagance? Why can't she do just what is necessary? ഇപ്പോൾ ഒരാൾക്ക് 4 ചപ്പാത്തി മതി, പക്ഷേ 10 ചപ്പാത്തി നമ്മളങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ ബാക്കി 6 വേസ്റ്റ് അല്ലേ? Now, if a person can eat only 4 chapatis, and why do we make 10 chapatis for that person? Oh, isn't that a waste? അതിൻ്റെ ആവശ്യമുണ്ടോ? Is that really needed? അപ്പം ഞാനും ഒരുപക്ഷെ ചിന്തിച്ചേട്ടാ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിലും കാണിക്കാമല്ലോ. ഇതിൻ്റെ നമ്മൾ മലയാളത്തിലൊരു പറച്ചിലുണ്ട്, ഇച്ചിരി ഓവറായി പോയെന്ന് തോന്നല്ലോ. No, I would be thinking, okay, it's good to have love, but why do you have to go overboard? അപ്പം ഞാൻ ആ മറിയത്തോടൊന്ന് ചോദിക്കാൻ മാറ്റി നിർത്തി. ഞാനും ശാന്തിയുണ്ട്. മറിയത്തോട്, അല്ല മറിയ, എന്നാലും നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? Now, I would call her secretly, privately, and talk to her with my wife. Hey, Mary, why on earth did you do such a thing? മിക്കവാറും മറിയം ഇങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്. ഇത് എൻ്റെ സങ്കല്പത്തിലുള്ള കാര്യമാണ്. മിക്കവാറും മറിയം ഇങ്ങനെയായിരിക്കും ഉത്തരം പറയാൻ പോകുന്നത്. Now, I would imagine that most probably Mary would have replied like this. അത് സുനിൽ ബ്രദർ, എനിക്ക് ഈ യേശുവിനെ ഭയങ്കര ഇഷ്ടം. Sunil brother, I really like this Jesus. അത് മാത്രമല്ല, ഈ യേശു എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഉപദേഷ്ടാവാണ്, ഒരു റബ്ബേയാണ്. ഞാൻ പലപ്പോഴും ആ യേശുവിൻ്റെ അടുക്കലിരുന്ന് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. And not only that, he is an amazing teacher, an amazing rabbi. I have sat at his feet and listened to his words and learned so much from him. അതുമാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരനും ഞങ്ങൾ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹം കേവലം ഒരു നല്ല റബ്ബയോ നല്ല ഉപദേഷ്ടാവോ മാത്രമല്ല, ഇദ്ദേഹം മിശിഹ ആണ്. And not only that, me and my sister and my brother, we have been following him for the past 2-3 years. And what we have seen is that he's not just a rabbi or a teacher. He is the Messiah. അതുമാത്രമല്ല, ഇദ്ദേഹം ദൈവപുത്രനാണ്. And not only that, he is the Son of God. അതുമാത്രമല്ല ബ്രദറെ, എൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചു പോയായിരുന്നു, അദ്ദേഹത്തെ ഉയർപ്പിച്ച ആളാണ് ഇദ്ദേഹം. And not only that, my own brother, he had died and Jesus raised him from the dead. അത് മാത്രമല്ല, ഇദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ അവരെ ഒറ്റിക്കൊടുക്കും, എന്നെ അവരെ കൊല്ലും, പക്ഷെ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. And not only that, he has been I have heard him often say, they are going to betray me, I am going to die, but I will be raised from the dead after 3 days. അപ്പോൾ ഇങ്ങനൊരു ഡിന്നർ കൊടുക്കുന്നെന്ന് ഞാൻ കേട്ടപ്പോൾ, So when I came to know that feast is being given, ഞാൻ വിചാരിച്ചു, എങ്ങനെ ഞാൻ ഈ യേശുവിനെ എൻ്റെ സ്നേഹം ഒന്ന് പ്രകടിപ്പിച്ച് കാണിക്കും. so I thought, oh, how can I express my love for this Jesus?
ബ്രദറിന് അറിയാമല്ലോ, ഞങ്ങൾ വലിയ കുടുംബത്തിലൊന്നും ഉള്ളവരല്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഡിന്നർ കൊടുക്കുമ്പോൾ ഞങ്ങൾ തന്നെ സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെ സെർവൻസ് ഒന്നും ഇല്ല. And Sunil brother, you know that we are not very well off. When we throw dinner, we don't have servants to work for us. We ourselves work and do all the cooking and serving. അപ്പം ഞാൻ ചിന്തിച്ചു, എനിക്ക് എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് കൊടുക്കാൻ. And then I began to think, what do I have in my hand that I can give to Jesus? എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ലഭിച്ച ഒരു തൈലം ഉണ്ടായിരുന്നു. I don't have much, but yes, I have this perfume which I had received some time back. അത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അത് സാധാരണ തൈലമൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു, എന്തെങ്കിലും അതിന് ഉപയോഗം വരും. And I had kept it away very carefully, and I was thinking I would use it when the need comes. ഞാൻ ചിന്തിച്ചു, ഇത് രാജാക്കന്മാർക്ക് പൂശുന്ന തൈലമാണ്. ഈ യേശു ഒരു രാജാവല്ലേ? And I thought, oh, this is an anointing oil which he used to anoint kings. Isn't Jesus the king? ബ്രദറെ, എനിക്കറിയാം ആ തൈലം പൊട്ടിച്ചാൽ അത് തീർന്നു അതോടുകൂടി. പക്ഷേ ഞാൻ ഇത് വെച്ചുകൊണ്ട് എന്തോ ചെയ്യാനാ? ഇതാ എൻ്റെ യജമാനൻ, എൻ്റെ രക്ഷിതാവ്, ആ അദ്ദേഹത്തിന് മേളിൽ ഞാൻ അത് കൊടുക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ ചിന്തിച്ചു. And I know that if I break this perfume box, it's going to go forever. I can't get it back. But then I thought, if I break it at the feet of my master and my savior, isn't that the greatest thing I can do for him? ബ്രദറെ, എനിക്കറിയായിരുന്നു ചിലർ അതും ഇതും ഒക്കെ ചിലപ്പോൾ എന്നെക്കുറിച്ച് പറയുമെന്ന്. Brother, I know that some people are going to despise me and accuse me for this act. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ യജമാനനെ ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹം ഇത്രയും പറഞ്ഞല്ലോ, എനിക്കത് മതി. It doesn't matter what others say, but my master, I love him, and he has said such words over me, and that is enough. ബ്രദറെ, ഞാൻ നന്ദി കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. Brother, I'm a person who's filled with thanksgiving. എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നേ ഞാൻ അതും കൊടുത്തേനെ. If I had something else, something more, I would have given that also at the feet of Jesus. പ്രിയമുള്ളവരെ, ഒബ്സർവേഷൻ കഴിഞ്ഞു, ഇൻ്റർപ്രിട്ടേഷൻ കഴിഞ്ഞു, ഇനി ആപ്ലിക്കേഷനിലോട്ട് വരാം. My dear brethren, now we have finished our observation, we have finished our interpretation. Let's come to application. നമുക്ക് എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്? What do we learn here? ന്യായപ്രമാണത്തിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ 300 വെള്ളിക്കാശിൻ്റെ വിലയുള്ള തൈലം കർത്താവിന് കൊടുക്കണമെന്ന്? Is there anything mentioned in the commandments that we should give something worth 300 denarii to Jesus as an offering? ഇല്ല. Nothing is mentioned. ഒരു നിയമവുമില്ലായിരുന്നു. There was no such law in the Old Testament. വേറെ ചില ഓഫറിംഗ് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. There were many other offerings, but such an offering was never mentioned in the Old Testament. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പറയാത്ത കാര്യമാണ്. So that's why I said that this commandment was never mentioned anywhere. നിങ്ങൾ ആരെങ്കിലും ഈ മറിയം കണ്ട യേശുവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? Are you familiar with this Jesus whom Mary saw and Mary knew? എനിക്ക് പരിചയമുണ്ട്. I am familiar with this Jesus. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ സഭയിലായിരിക്കുന്നതിൻ്റെ കാരണം തന്നെ എവിടെ വെച്ചോ നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിയാം, യേശുവുമായിട്ടൊരു പരിചയം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. And I believe that all of you sitting here know this Jesus and have some familiarity with Jesus. That's why you're here.
നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലോ പുനരുത്ഥാനം ലഭിച്ചിട്ടുണ്ടോ? Has any one of you or anyone in your family ever been raised from the dead? ഒരു കണക്കിന് നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു, ഇപ്പോൾ ഒരു പുതിയ ജീവൻ ലഭിച്ചവരാണ് നമ്മൾ. In one sense, we all were dead in Christ, but we have been raised in Christ. Hallelujah. നമ്മൾ മരിച്ചവരായിരുന്നു, We were dead, പക്ഷെ ഈ യേശുവിന്റെ ഒറ്റ കാരണത്താലാണ് എനിക്ക് ഇന്ന് ജീവൻ ലഭിച്ചിരിക്കുന്നത്. but only because of this Jesus that we have received life. ആ യേശുവിന് ഇന്ന് ഞാൻ എന്ത് കൊടുക്കും? And so today, what do I have to give to this Jesus? പ്രിയമുള്ളവരെ, ആ യേശുവിന് ഞാൻ വിലയായിട്ട് എന്ത് കൊടുക്കുമെന്നല്ല, നന്ദിയുള്ളതുകൊണ്ട് ആ നന്ദിയുടെ സൂചകമായിട്ട് എന്തെങ്കിലും കൊടുക്കുമോ? My dear brethren, we can't repay him back, but as a sign of our gratitude, what do we have to give to this Jesus? ശരി, കഴിഞ്ഞ് നമ്മളൊരു പാട്ടിൻ്റെ ഒരു വരി പാടാൻ പോവുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, പകരം എന്ത് നൽകും? In a short while, we'll be singing this Malayalam song. Oh, I saw your love, great love on the cross, and what can I give to you in return? ഈ പകരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ 1 കിലോ മാങ്ങ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വില കൊടുക്കുന്നു. അങ്ങനെയല്ല, ദൈവം നമുക്ക് തന്നതിന് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും പ്രിയമുള്ളവർ? എന്താണ് അതിൻ്റെ വിലയൊക്കെ? എന്താണ് നിത്യജീവന്റെ വില? എത്രയാണ്? Now, please don't misunderstand. When we buy 1 kg of mangoes, we pay the shopkeeper something. But for what Jesus did for us, for that eternal love and that eternal salvation, how can we ever repay him? പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം ചിലർക്ക് വളരെ ഭോഷ്കായിട്ട് തോന്നും. And then, when we try to give back to God in gratitude, others may see this as foolishness. അപ്പം ഞാൻ 2001 ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേരളത്തിലോട്ട് വരണം. In the year 2001, when we were staying in Delhi, I decided that we should move down to Kerala. അപ്പം എൻ്റെ അയൽവക്കത്ത് താമസിച്ച ഒരു ഡോക്ടർ ദമ്പതി ഉണ്ടായിരുന്നു. അതിനകത്തെ ആ പുരുഷൻ എന്നോട് പറയാണ്, നീ എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നിന്റെ അത്രയും ഡിഗ്രിയും നിന്റെ അത്രയും പരിപാടികളും എനിക്കുണ്ടായിരുന്നേ, ഞാൻ എമ്പണ്ടേ അമേരിക്കയിലോ വേറെ എവിടെയെങ്കിലും പോയി ഞാൻ ഭയങ്കര സംഭവമായതിന്, നീ എന്താണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ ഒരു ചെറിയ സ്ഥലം തിരുവല്ലയിലോട്ട് പോകുന്നത്? Now, when I made that decision and told it to our neighbors, they were a doctor couple, the husband told me, what a foolish decision you are taking. You have so many degrees and you have decided to move from Delhi to a small place called Tiruvalla in Kerala. If only I had your degrees, I would have moved to US or UK long back. ഞാൻ പുള്ളിയെ ഒന്നും കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയില്ല. എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. I didn't try to explain many things to him because he would not understand. ദൈവം നയിക്കുന്ന പോലെ മുമ്പേ അവന് രാജ്യവും നീതി അന്വേഷിച്ച് ഞാൻ പോവാ എന്ന് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളിക്ക് എന്താ മനസ്സിലാവും? If I tell him my God is leading me to seek first his kingdom and his righteousness, he would not understand that. പക്ഷേ പ്രിയമുള്ളവരെ, ഞാൻ വേറൊരു കാര്യം പറയാം. But my beloved brethren, I would like to say one more thing. ഞാൻ ഏതാണ്ട് ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയല്ല. I'm not trying to say that I did something big for God. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, വലിയ ഒരു സ്റ്റേജ് കാണും, ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ 4 പേർക്ക് ഇരിക്കാനേ സ്ഥലം ഉണ്ടായിരിക്കും, പക്ഷേ അതിനകത്ത് 12 പേര് ഇരിപ്പുണ്ടായിരിക്കാം. Now, I would like to say something else, as that, for example, many times we hear certain testimonies where there's a big stage, there's a small stage where only 4 people can sit, but around 10 or 12 people are sitting on that stage. അപ്പോൾ അവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് ഒരു ആൾ വരും. അപ്പം അയാളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, ഇദ്ദേഹം വലിയ ഒരു സംഭവമാണ്, ഇദ്ദേഹത്തിന് ABCDEFGHIJKLMNOP വരെ ഡിഗ്രി ഉണ്ട്, ഇദ്ദേഹം വലിയൊരു സംഭവമാണ്, ഇദ്ദേഹത്തിന്
3-4 ലക്ഷം രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇതെല്ലാം വിട്ടേച്ച് ഇദ്ദേഹം ഇറങ്ങി. ഹല്ലേലൂയ. Now, in such a program like that, where there's a small stage and the chief guest is being introduced, and the person introducing the chief guest would say, "Oh, my dear friends, here is this great man. He's got degrees like A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P. And he was earning a salary of 2 to 3 lakhs per month. And he has left everything for the sake of God." ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, There was nothing wrong in the facts mentioned there. അതെല്ലാം സത്യമാണ്. All the facts were true. പക്ഷെ പറയുന്നത് കേട്ടാൽ സാധാരണക്കാർ ചിന്തിക്കും, ഇയാളൊരു വലിയ സംഭവം, ഒരു ചെറിയ ആൾക്ക് വേണ്ടി ഇയാൾ ഇതെല്ലാം വിട്ടെന്നു ഉള്ളൊരു ഫീലിംഗ് കിട്ടും. But when such things are mentioned, the hearers would feel that this person is somebody really great who has set out to serve a small God. തൽക്കാലം ഇപ്പൊ അയാളെ നമുക്ക് അങ്ങ് നമിക്കാൻ തോന്നും. Oh, and hearing all this, we would feel like bowing before such a great man. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഹല്ലേലൂയ, പിതാവിനോട് സമത്വം ഉണ്ടായിട്ടും ആ സമത്വം മുറുകെ പിടിക്കാതെ Hallelujah. ഈ ലോകത്തിലേക്ക് വന്ന് ദാസരൂപമെടുത്ത് ക്രൂശിന്റെ മരണത്തോളം തന്നെ വിട്ട് തന്ന ആ യേശുവിനെയാണോ നമ്മൾ പൊക്കേണ്ടത്, അതോ അയാളെയാണോ? But I would like to ask one thing. Should we exalt that Jesus who, being in the form of God, did not consider equality with did God. not regard equality with God a thing to be grasped, but emptied himself, taking the form of a bondservant, and being made in the likeness of men, he humbled himself to the point of death on the cross. Shouldn't we exalt this Jesus above everything else and everyone else? നമുക്ക് എഴുന്നേൽക്കാം. Let's rise up. ഇന്നത്തെ എൻ്റെ ഈ സന്ദേശത്തിൻ്റെ തലക്കെട്ട് അതിരുകടന്ന സ്നേഹപ്രകടനം. So the title of my message today is Extravagant Sacrifice. Extravagant Sacrificial Love. ഹല്ലേലൂയ. നമുക്ക് ഒരു മിനിറ്റ് മൗനം പാലിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. Let's be quiet for some time and എനിക്കറിയാം let's ഇവിടെ think. നിൽക്കുന്ന പലരും നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഓൾറെഡി ഈ കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. I know that many of you standing here would have given many things in your life for കുടുംബങ്ങളെ Jesus. വിട്ടിട്ട് വന്നിട്ടുള്ളവരുണ്ട്. There are people who have left their families for Jesus. ചാർച്ചക്കാരെ വിട്ട് വന്നിട്ടുള്ളവരുണ്ട്. There are people who have left their relatives and near and dear ones. വലിയ ജോലി, നല്ല ജോലി സാധ്യതയൊക്കെ വിട്ടിട്ടില്ല, കർത്താവിനെ വിളിക്കുന്നു എന്നും പറഞ്ഞ് അവർ കാര്യങ്ങൾ ചെയ്തവരുണ്ട്. There are people who have had very good job offers, but they left all that to follow Jesus. നിങ്ങളെ പലരും പല കാര്യവും കർത്താവിന് വേണ്ടിയെന്ന് ചെയ്തിട്ടുണ്ട്. And many of you would have done many things as unto Jesus. പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ യേശു അത് കാണുന്നുണ്ട്. My dear beloved brethren, we need not prove anything to anybody, but let me tell you, Jesus is seeing all those things. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, വെൻ ഐ സർവേ ദ വണ്ടറസ് ക്രോസ്. അതിനകത്ത് അതിൻ്റെ ഒരു പങ്ക്തി ഇങ്ങനെയാണ്, ലവ് സോ അമേസിങ് സോ ഡിവൈൻ ഡിമാൻഡ്സ് മൈ ലൈഫ് മൈ ഓൾ. ഇത്ര വലിയ സ്നേഹം, ഇത്ര അതിശയകരമായിട്ടുള്ള സ്നേഹം, അതിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നൽകുന്നു. അത് എൻ്റെ പൂർണ്ണ സമർപ്പണമാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, നമ്മൾ മറിയത്തെ കണ്ടു, പക്ഷേ
മറിയം ഇത്ര വലിയ കാര്യം ചെയ്യാൻ സാധിച്ചത് മറിയം യേശുവിനെ കണ്ടതുകൊണ്ടാണ്. Amen. My dear beloved brethren, I would like to remind you today that Mary did something great. And why could she do that? Because she saw a great Jesus. നിങ്ങളുടെ കയ്യിൽ ഇന്ന് എന്തോ ഉണ്ട് പ്രിയമുള്ളവരെ. My beloved, what do you have in your hand? നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ചിലർ പറയുന്നത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തവരുടെ കയ്യിൽ സമയമുണ്ട്, വേറെ പല കാര്യങ്ങളുണ്ട്. And what do you have in your hand? Some of you may say, I don't have anything. And those who say like that, you have time with you. എന്തോ ഉണ്ട്. What do you have? പിന്നെ യേശു ഒരിക്കലും വന്ന് പിടിച്ചു പറിക്കാൻ വരത്തില്ല. പിടിച്ചു പറിച്ചാൽ പിന്നെ അതിനകത്ത് സ്നേഹമുണ്ടോ? Now, Jesus is not a person who comes and snatches and grabs. No, if there is snatching and grabbing, there's no love behind it. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോടെല്ലാം മുമ്പിൽ വാ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുക്കുക, ഇപ്പം എഴുതി കൊടുക്കുക എന്ന് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യത്തില്ല. ഫോഴ്സ് ചെയ്താൽ പിന്നെ അത് സ്നേഹം ആകത്തില്ല പ്രിയമുള്ളവരെ. And today I'm not going to force you to come forward, give what is in your hand, write down something, pledge something. No, if I do that, then that is not love. ഈ പാട്ട് പാടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ കർത്താവിനോട് ചില കാര്യങ്ങൾ പറയാം. അതിനുശേഷം പാസ്റ്റർ ജെഫി മുന്നോട്ട് വന്ന് നമ്മളെ പ്രാർത്ഥിച്ച് ഈ ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കും. As we sing this song, let's say certain things, let's respond to God and talk to God. And after that, Pastor Jeffy will come and pray. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനീ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനീ. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ കേട്ടു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളേതാണ്ട് വലിയ ത്യാഗം ഏതാണ്ട് ചെയ്തെന്നാണ്. നേരായിട്ടുള്ള യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിച്ചു എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മൾ കർത്താവിനോട് ചോദിക്കാം, കർത്താവേ എൻ്റെ കണ്ണ് തുറക്കണമേ, കർത്താവെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങിത്രമാത്രം എന്നെ സ്നേഹിച്ചുവെങ്കിൽ, കർത്താവെ മറിയം അങ്ങേ സ്നേഹിച്ചതുപോലെ ആ ക്രൂശിൻ്റെ മുൻപിലായിരുന്നു. ആ ക്രൂശിൻ്റെ വീണ്ടും ജനാനുഭവം അതെല്ലാം മനസ്സിലാകുന്നതിന് മുൻപേ മറിയം പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി വന്ന് പൊട്ടിച്ച് ഒഴിച്ച് ആരാധിച്ചുവല്ലോ. കർത്താവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ മുൻപാകെ വയ്ക്കുന്നു. കൂടുതലായിട്ട് യേശുവെ അങ്ങേ സ്നേഹിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ സ്വർഗസ്നേഹപ്പച്ച, ഇന്ന് ഈ ഉച്ചസമയത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ വചനത്തിനായി നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. അങ്ങയുടെ വചനമില്ലായിരുന്നെങ്കിൽ ഞങ്ങളിതൊന്നും മനസ്സിലാക്കത്തില്ലായിരുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഷെയർ ചെയ്ത് പങ്കുവെച്ച നിൻ്റെ ദാസനും ദാസിക്കുമായിട്ട് നന്ദി. കർത്താവ്, വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ആ കഥ പലപ്പോഴും വായിച്ചിട്ടുണ്ട്.
എന്നാലും കർത്താവെ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും ഞങ്ങൾ കർത്താവെ സമയമെടുത്തിട്ടില്ല. ഞങ്ങളുടെ മുൻപാകെ വന്ന് മുട്ടുകുത്തിയിട്ടില്ല. കർത്താവെ അങ്ങയുടെ മുൻപാകെ കടന്നു വന്ന് പൂർണ്ണമായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെ അങ്ങേക്ക് ഭരമേൽപ്പിച്ച് അങ്ങേക്ക് പ്രസാദകരമായ തീരുമാനങ്ങൾ എടുക്കുവാനും പൂർണ്ണമായിട്ട് സമർപ്പണ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുവാനും കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും കുടുംബങ്ങളായിട്ടും സഭയായിട്ടും പൂർണ്ണമായിട്ട് അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്ന ആൾക്കാരായി, കൂടുതലായിട്ട് അങ്ങേ സ്നേഹിക്കുന്നവരായി, കൂടുതലായിട്ട് അങ്ങയുടെ പുനരുത്ഥാന ജീവൻ എത്ര വലിയൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, അങ്ങ് പാപികളായ ഞങ്ങളെ സ്നേഹിക്കുന്ന എത്ര വലിയൊരു കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, ഇതിന് ഞങ്ങൾ എന്ത് തന്നാലും പകരം കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങളുടെ മുഴുവൻ തരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് ആ ഒരു വെളിപാട് ദർശനം തരണമേ. ആ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ, ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, ആ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പ്രതികരിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.